ഹലോ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാറ്റഗറി നമ്പർ 6/2024 ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിവിധ ബ്രാഞ്ചുകൾ ഡിഗ്രി പൂർത്തിയാക്കിയവർക്കായിരുന്നു ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓയിൽ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി, അതേപോലെ തന്നെ അഗ്രികൾച്ചർ സയൻസ്, ഡയറി ടെക്നോളജി, മൈക്രോബയോളജി, ബയോടെക്നോളജി, അങ്ങനെ ഒരു നീണ്ട നിരയിൽ ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നിയർലി 6 to 8 months ആയിട്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ടെലഗ്രാം സ്പേസിൽ നമ്മുടെ തന്നെ സ്റ്റുഡൻസ്, അതേപോലെ നമ്മൾ യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരോടും നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരുന്നു. എക്സാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല ചോദിച്ചത്. ഒരു ബ്രാഞ്ചിനും അഡ്വാൻറ്റേജ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ സെറ്റിംഗ് അല്ല നടന്നിരിക്കുന്നത്. അതേപോലെ കൺസെപ്റ്റ്സ് ഒക്കെ നല്ല ഡെപ്തിൽ അറിയാവുന്നവർക്ക് മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മൾ തന്നെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലാണ് മാറിയേക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് ലെവൽ എന്തായാലും കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എക്സാംസിലാണ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. എക്സാം ഡയറക്റ്റ് ആണെങ്കിൽ അവസാനം 3 months 4 months ക്രാഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെ ഉദ്യോഗാർത്ഥികൾ, അവർക്ക് അഡ്വാൻറ്റേജ് ലഭിക്കും. കാരണം അവർ സർഫസ് ലെവലിൽ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും അവരൊക്കെ എക്സാമിനും അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഡിഫിക്കൽട്ടി ലെവലിലുള്ള എക്സാം വരുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചവർക്കും പല ലെവൽസിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തവർക്കും എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും പ്രിപ്പയർ ചെയ്തവർക്കെല്ലാം തന്നെ ഇതൊരു നല്ല എഡ്ജുള്ള എക്സാം ആയിരിക്കും. കട്ട് ഓഫ് മാർക്ക് കുറയും. ഫസ്റ്റ് റാങ്കിന്റെ മാർക്കൊക്കെ താരതമ്യേന കഴിഞ്ഞ വർഷത്തിലെക്കാട്ടിലും ഒക്കെ നല്ല രീതിയിൽ താഴോട്ട് പോകും. പക്ഷേങ്കിൽ പ്രിപ്പയർ ചെയ്തവർക്കെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സ്കോപ്പ് അവിടെ നിലനിൽക്കും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് വളരെ സന്തോഷം നൽകുന്നതായിരുന്നു. കാരണം ഇത്രയും ഡിഫിക്കൽട്ടി ലെവൽ നടന്നൊരു എക്സാം നടന്നിട്ടും നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം സിലബസ് ഒക്കെ ഡെപ്തിൽ പഠിക്കാൻ പറ്റിയതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ നമ്മുടെ സെഷൻസിൽ, വർക്കൗട്ട് സെഷൻസിൽ, മോഡൽ സെഷൻസിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത കുറേ സെഷൻസ് അവർക്ക് പ്രാക്ടീസ് ചെയ്ത് പോയതുകൊണ്ട് ഒരു നല്ല അഡ്വാൻറ്റേജ് കിട്ടിയെന്നും ഒക്കെയുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, കളക്റ്റീവായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കുറേ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, എന്തായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്? എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഒരു വിത്തിൻ 3 days കൃത്യമായിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് പ്രഡിക്ഷനോടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡേറ്റ കളക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും, നമ്മുടെ സ്റ്റുഡൻസ് ഇതിനോടകം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. പോൾ ചെയ്യാത്തവരെല്ലാം തന്നെ ഞാൻ ഈ പറയുന്ന പോലെ കമന്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മാർക്കുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ആൻസർ കീ ലഭ്യമാകും. നമ്മൾ തന്നെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ ഒരു ഡീറ്റെയിൽഡ് ആൻസർ കീ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ കീ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജെന്യുവൻ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം സ്പേസിലും യൂട്യൂബ് സ്പേസിലും നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഒക്കെ തന്നെ പോൾ ചെയ്താൽ നല്ലൊരു മാസ് ഡേറ്റ നമുക്ക് കിട്ടും. ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് ആ ഡേറ്റാസിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോഴെന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒപ്പം നമ്മളെ കാണാത്തവരാരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ അറിയാത്തവരുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഡേറ്റ കളക്ഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് അനാലിസിസുമായിട്ട് വിത്തിൻ 5 days 4 days നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, അഗ്രികൾച്ചർ സയൻസ് കഴിഞ്ഞവർക്ക് നല്ലൊരു പോസ്റ്റ്, ഒരു അവസരം കേരള PSC ഒരുക്കുകയാണ്. അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവാണ്. പോസ്റ്റ് വളരെ ഗ്ലാമറസ് ആണ്, ഗസ്റ്റഡ് പോസ്റ്റ് ആണ്. ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോച്ചിങ് ലഭ്യമാണ്. ഇപ്പോൾ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.